സാർ, മേ കമ്മിങ്? സാർ, സാറേ, സാറേ പോയി. ഏ, ആരുമില്ലേ? കുറുക്കനെ കറക്കണ കിളിയല്ലേ, കിളികളെ പോറ്റണ കൂടല്ലേ, കൂട്ടിലെ കുറുക്കുത്തി മലരല്ലേ, മലരിലെ മധുര ഇതെന്താ ഇങ്ങനെ ഇരിക്കണേ? കർത്താവെ പടമായോ? ഇച്ചായ, ഇച്ചായ, ഡാ ഇച്ചായ. ഓ, എന്റെ രാവിലെ മനുഷ്യനെ കൊല്ലുവോ നീ? ഉയരുണ്ട്. ഞാനോർത്ത് ഇങ്ങനെ ഇരുന്ന സമാധിയായെന്ന്. നിങ്ങൾ എന്തോ ഇച്ചായ കണ്ണു വന്നത് ധ്യാനിക്കുന്നു? ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് എല്ലാരും കണ്ണടച്ചല്ലോ ധ്യാനിക്കുന്നേ. ഞാൻ വിചാരിച്ച് കണ്ണ് തുറന്ന് ധ്യാനിക്കാന്ന്. നീ വന്ന കാര്യം പറയടാ ഇറക്കാ. അയ്യ ശരി. അല്ലിച്ചായ, നിങ്ങൾ എന്താ അപ്പം വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്നേ? ഏ, അപ്പം വിളിച്ചാ? എപ്പാ? ആ, വിളിച്ചായിരുന്നു. ഇച്ചാനെ വിളിച്ചിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പൊ എന്നെ കിടന്ന് വിളിച്ചത്. എടാ ഫോൺ സൈലന്റ് ആയിരുന്നു തോന്നുന്നു. അതാ അറിയാതിരുന്നേ. എന്നടാ ഇതിൽ അത്യാവശ്യം ഉണ്ടോ അപ്പം വിളിച്ചതില്? എന്താ കാര്യം എന്താ? ബൈ ദ വേ, അപ്പം വിളിച്ചത് നമ്മുടെ സൂര്യ ഗ്രൂപ്പ്സായിട്ടുള്ള പ്രശ്നമൊക്കെ സോൾവ് ആയി. അത് ഇച്ചാനോട് പറയാൻ വേണ്ടിയാണ് അപ്പം കിടന്ന് വിളിച്ചത്. ഓ എന്റെ കർത്താവേ, ഇപ്പോഴാ മനുഷ്യനൊന്ന് സമാധാനമായത്. മനുഷ്യൻ ടെൻഷൻ അടിച്ച ആ ലോകത്തുനിന്ന് ഈ ലോകം വരെ വന്നു. പിന്നെ നമ്മുടെ അപ്പൻ എന്നെ സുമ്മാവാ. അങ്ങനെ പോയി എന്തെങ്കിലും കാര്യം നടക്കാതെ തിരിച്ച് വന്നിട്ടുണ്ടോ ഇച്ചായ? അല്ല, ഇതോർത്തിട്ടാണോ ഇച്ചായന് എന്തോ പോയ അണ്ണനെ കണക്കിരുന്നത്? ഏ, അതൊന്നും അല്ലടാ കാര്യം. ഇത് വേറെ കാര്യം. ഏ, അല്ലേ പിന്നെന്താ ഇച്ചാൻ്റെ ടെൻഷൻ? അല്ല, ഏട്ടത്തി വീട്ടിൽ പോകാനാണോ? പിന്നെ ഏട്ടത്തിക്ക് ഏട്ടത്തിയുടെ വീട്ടിൽ പോയി ഇങ്ങനെ എന്തോന്ന് മനുഷ്യനായത്? ഇതിനു മുമ്പും അവൾ അവിടെ പോയി നിന്നിട്ടുള്ളതല്ലേ. ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. അതല്ലടാ, നിന്റെ ഏട്ടത്തി എന്റെ പെമ്പർമോത്തി അവളുടെ ബർത്ത്ഡേ ആടാ നാളെ. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് തല പുണ്ണാക്കിയിരിക്കുക. ബർത്ത്ഡേയാ? ആഹാ. അല്ല, ഇപ്പൊ എങ്ങനാ? എല്ലാരും വിളിച്ചിട്ട് പാർട്ടി ചെയ്യണോ? ഏയ്, പാർട്ടിയൊന്നുമില്ലടാ. അത് യൂഷ്വലി എല്ലാവരും ചെയ്യുന്നല്ലേ. ഞാൻ നമുക്കൊരു സർപ്രൈസ് കൊടുത്താലോ എന്നിങ്ങനെ ആലോചിക്കുക. പക്ഷേ ഐഡിയ ഒന്നുമില്ല. ഓ, സർപ്രൈസ്. ആ, അതെനിക്കിഷ്ടേ. എന്നാ പിന്നെ ഇച്ചായൻ എൻ്റെ അമ്മയ്ക്കൊരു നെക്ലേസ് ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് എന്നെ പിന്നെ അങ്ങ് സന്തോഷിപ്പിക്കുന്നേ. നെക്ലസ് നിന്റെ ഏട്ടത്തി? എടാ, ഞാൻ കെട്ടിയ താലിയല്ലാതെ അവളുടെ കഴുത്തില് വേറെ എന്തെങ്കിലും നീ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? അതൊന്നും നടക്കൂലടാ. നീ വേറെ ഐഡിയ പറ. പറ്റത്തില്ല. മാറ്റി പിടിക്കാം. എന്നാ പിന്നെ ഒരു ക്യാൻഡിൽ നൈറ്റ് ഡിന്നർ. ഒരു നൈറ്റിലൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇതൊക്കെ ഉണ്ടല്ലോ. എനിക്ക് ഒന്നുകൂടെ കയറി അങ്ങ് പ്രൊപ്പോസ് ചെയ്തു തന്നേ. എടാ നോലെ, ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ എല്ലാവരും യൂഷ്വലി ചെയ്യുന്നതല്ലേടാ. പിന്നെ പ്രപ്പോസ് ചെയ്യാൻ പ്രപ്പോസ് ചെയ്തതിൻ്റെ ക്ഷീണം എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല. ഇനി പ്രപ്പോസ് ചെയ്താൽ അന്നമ്മ ചെരുപ്പെടുക്കും. അതുകൊണ്ട് അത് വേണ്ട. എന്നാ പിന്നെ ഇയാളൊരു കാര്യം ചെയ്യും, ആ മതിലും ചാടി വീട്ടിൽ കയറി അങ്ങോട്ട് സർപ്രൈസ് കൊടുക്കും. അല്ല പിന്നെ കുറച്ച് നേരമായി. നീ ഇപ്പം എന്താ പറഞ്ഞേ? ഒന്നുമില്ല ചായ, ഒരാവശ്യത്തിന് വന്നു പോയതാ. എന്റെ കൊച്ചിന്റെ വായന ആവേശത്തിന് വീണാണെങ്കിലും എനിക്ക് ആ ഐഡിയ ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്തായാലും മതില് ചാടാം. എന്തോന്ന് മതിൽ ചാടാൻ പോകുന്ന? അതേടാ പൊട്ട, ചേട്ടൻ മതില് ചാടാൻ പോകുന്നു. കൊള്ളാം. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഈ ചായ പോയി ചാടിയിട്ട് കേട്ടോ. ഓൾ ദി ബെസ്റ്റ് ഒക്കെ അവിടെ ഇരിക്കട്ടെ പൊന്നുമോനെ. എന്റെ കൂടെ നീയും വരുന്നുണ്ട് കേട്ടോ. അല്ല, നിങ്ങളെ മതിലേടി ബർത്ത്ഡേ ആഘോഷിക്കുമ്പോ തന്നെ ഞാൻ എന്തിനാ വരുന്നേ? അല്ലേ? ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സേട്ടൻ തീരുമാനിച്ച നടത്തിയിരിക്കും. ഇല്ലെങ്കിൽ നിനക്ക് അന്നമ്മയുടെ അനിയന്റെ മേലേക്കുള്ള നോട്ടം അപ്പനോട് ഞാൻ കൊടുത്തു കൊടുക്കും. നീ മര്യാദക്ക് വരുന്നോ ഇല്ലേ അപ്പനോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്ത എന്റെ പൊന്നുമോനെ പഞ്ചായത്തിൽ കയറാൻ പറ്റൂല. ഈ ചായ അരുത്, പറയരുത്. ഞാൻ വരാം. ഈശ്വര, ഏത് നേരത്തായിരുന്നു. ഈ അനിയന്റെ ഒരു ആത്മാർത്ഥത പാടുന്നു. ഈ ചായ, നിങ്ങളത് എവിടെ പോകുന്നു? അയ്യോ, അപ്പോഴേക്കും മറന്നു. അത് നമുക്ക് സർപ്രൈസ് കൊടുക്കാൻ. മതില് ചാടാൻ വേണ്ടിയാണ് ഈ സൂട്ടും ഇട്ടൊക്കെ പോകുന്നത്. ഇത് കൂടി എന്തോ ഐറ്റമാ. എങ്ങനെയുണ്ട് മേലെ? ഈ ചാനൽ കലക്കിയിട്ടില്ലേ? എന്റെ മാതാവേ,
ഏതവനാണോ ഇങ്ങനെ സി അയക്കുന്നത്? ഓ അപ്പം തന്നെയാണല്ലേ, നീ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നതാടാ ചെറുപ്പം അവിടെ കിടന്ന് തെറി കൊടുക്കുന്നത്? ഞാനൊരു ആത്മകഥകഥം പറഞ്ഞതാ. ഓ എൻ്റെ പനി. എൻ്റെ കരുത്തവേ, ഇന്ന് എന്നെ മുന്നിട്ട് ഈ ക്ലാമറിൽ എന്നെ മിന്നും മുക്കത്ത് വീഴും. എനിക്ക് വയ്യ. ഓ ഇനി ഇവിടെ നിന്ന് തിരുവാതിര കളിക്കാതെ ഒന്ന് അങ്ങോട്ട് വരുമോ? എന്താ വെച്ചാൽ നിങ്ങൾ മേപ്പോട്ട് നോക്കി നിൽക്കുന്നേ? എടാ ഇതിപ്പോ എങ്ങനെ ചാടൂടാ? എൻ്റെ ചായ ഇതുപോലെ സിമ്പിൾ. ഇത് നിൽക്കാം, ഞാൻ കാണിച്ചു തരാം. ഇങ്ങനോട്ട് ചാടുക, ഇത്രയേ ഉള്ളു. അരെ പച്ച, നിനക്കിത് സ്ഥിരമാണല്ലേ? അങ്ങനൊന്നും ഇല്ല, വല്ലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ആവശ്യം നമ്മുടെ ആയി പോയില്ലേ. എന്നാ പിന്നെ നാം അങ്ങോട്ട്. കർത്താവേ, എൻ്റെ കണ്ണി മുതലാട്ട് കാത്തവണ്ണേ. അപ്പൊ ഈ ചായ അനുഗ്രഹവും ഭവന്തു, പോയി ജയിച്ചു വരൂ. ഞാൻ ഈ പരിസരത്ത് എവിടെയെങ്കിലുമൊക്കെ കാണും. അഥവാ എവിടെന്നേലും അടി വരുന്ന എന്തെങ്കിലും ലക്ഷണം കണ്ട ആദ്യമേ എനിക്ക് സിഗ്നൽ തന്നോണേ. മേരെ അനിയനൊക്കെ ഇത്ര ആത്മാർത്ഥത പറയട്ടെ, എന്തായാലും പറയട്ടെ. നിങ്ങളെ രക്ഷിക്കാനൊന്നുമല്ല, എനിക്ക് ഓടി രക്ഷപ്പെടാൻ ഇല്ലേ. മനുഷ്യനെ പിടിപ്പിക്കേണ്ടി എണീച്ച് പോടാന്ന് പറയും. എൻ്റെ പൊന്നു കർത്താവേ, ഇനി ആ സാധനം കിടന്ന് ഉറങ്ങിക്കാണോ? ആണെങ്കിൽ ഇവിടെ മരുന്ന് വന്നത് വെറുതെ പോവുള്ളൂ. പാതിരാത്രിക്കിരുന്ന് എൻ്റെ പൊന്നമ്മളുടെ പുസ്തകം വായിക്കണം. നാളെ അവർക്ക് PX എക്സാം ആണല്ലോ. അന്നമ്മേ, അന്നമ്മേ, ഓ ഈ കൊഴുക്കുന്ന കൊടുക്കുന്ന യുവർ പിതാജിക്ക് പെണ്ണാലോചിച്ചു വന്ന് വാലർട്ടി കുരിപ്പൻ. എന്റെ പിന്നെ പെണ്ണാലോചന അവിടെ നിന്നാ മതി, ഇങ്ങോട്ട് കയറണ്ട, ഞാൻ തുറക്കൂല. എന്റെ പൊന്നാറ് പൊന്നമ്മേ, വന്ന് വാതിലോർക്ക് കൊതു കുത്തിയിട്ട് വൈകടി വന്ന് വാലർക്ക്. പാവല്ലേ ഞാൻ? അങ്ങനെ മര്യാദക്ക് ചേട്ടക്ക് വരുന്നു. ഇതെന്താ ഈ കൊല്ലത്തില്? സാധാരണ ഈ കൊല്ലത്തിൽ ഇവിടെ വരാറില്ലല്ലോ. അല്ല, വണ്ടി വരുന്ന സൗണ്ട് ഒന്നും കേട്ടില്ലല്ലോ. നിങ്ങൾ എങ്ങനെയാ വന്നേ? ആക്ച്വലി വണ്ടി പുറത്ത് കിടപ്പുണ്ട്. ഒരു എൻ്റർടൈൻമെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് മതിൽ ചാടിയാതെ. എന്തോന്ന് മതിൽ ചാടിയെന്നാ? ഇവിടുത്തെ ആൾക്കാരെങ്കിലും അടിച്ചോ? സത്യം പറയാൻ മനുഷ്യ, നിനക്കെന്താ പറ്റിയേ? പാലക്കാട് കിട്ടിയത് നിന്റെ അപ്പം കുരിയടി. മനുഷ്യ, എന്റെ അപ്പനെ പറഞ്ഞാണ്ടല്ലോ ഇത് സ്വഭാവം മാറും. ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഇവിടം വരെ വന്നത് നിന്നോട് തല്ലുപിടിക്കാനല്ല. അതിന് ഞാൻ പറഞ്ഞോ നിങ്ങളോട് ഇത്രയും കഷ്ടപ്പെട്ട് മതിലടിഞ്ഞു വരാൻ? ഇല്ലല്ലോ. അല്ല, ഇപ്പൊ വന്നതിന്റെ ഉദ്ദേശം എന്താ? അത് ഞാൻ സമയാകുമ്പോ പറയാം, നീ ഇപ്പം മിണ്ടാതിരി. ഇതിലിപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് ഈ ഏട്ടത്തിയുടെ മുറി തപ്പുന്നത്. ഈ ചായൻ ഇനി അമ്മച്ചിയുടെ റൂമിൽ എല്ലാം പോയിട്ടുണ്ടോ? ഏയ്, പോയിരുന്നെങ്കിൽ ഒരു അടിയും ബഹളവും ഒരു കാർച്ചയും കേൾക്കേണ്ട സമയം കഴിഞ്ഞു. ഇതിപ്പോൾ ഇവിടെ പോയാൽ ഞാൻ ഇവരുടെ മുറിയൊക്കെ ഒന്ന് കണ്ടുപിടിക്കുന്നത്. ഈ പാതിരാത്രിക്ക് ഈ മനുഷ്യനോട് എന്നെ എടുക്കുവോ? ഓ കർത്താവ്, ഇതാരെങ്കിലും കണ്ട പണിയാവൂലോ. ഡോ മനുഷ്യ, നീയായിരുന്നാ? അല്ല, നിങ്ങളുടെ കുഞ്ഞമ്മ. ഞാൻ വിചാരിച്ചത് നിന്റെ അപ്പനായിരിക്കും. എനിക്ക് പകരം എൻ്റെ അപ്പനായിരുന്നെങ്കിൽ ഇന്ന് എല്ലാ കാര്യത്തിനും ഒരു തീരുമാനമായേനെ. കാട്ടിലാണ്ട് നിന്റെ അപ്പൻ ശവമല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. ഈ പാതിരാത്രി പൊന്നുമോൻ വന്നത് എൻ്റെ അപ്പനെ വിളിച്ച് കളിക്കാനും. റിയലി സോറി, ഞാൻ എൻ്റെ അപ്പനെ വിളിച്ച് കളിക്കാൻ വന്നല്ല, ഞാൻ റിച്ചായൻ്റെ കൂടെ വന്നതാ. ഡേവിഡ് ചായനോ? ഇവിടെയോ? എന്നെ ഇവിടെ?
ഇച്ചാനും അന്നമ്മയുടെ റൂമിൽ കാണും. അല്ലാതെ പുള്ളിക്ക് ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അല്ല, നിങ്ങൾക്ക് വല്ല കള്ളും പകലും ഉള്ളപ്പോ വന്നുണ്ട്. അല്ലാതെ ഈ പച്ചപ്പാതിരാത്രിക്ക് കള്ളന്മാരെ പല പറയേണ്ട നല്ല കാര്യമുണ്ടോ? ഏയ്, നീ ശരിക്കും അന്നമ്മയുടെ ആരാണ്? ഇയാൾക്കറിഞ്ഞൂടെ ഞാൻ അന്നമ്മയുടെ ബ്രദറാണെന്ന്? നാളെയല്ല അന്നമ്മയുടെ ബർത്ത്ഡേ. നീ ശരിക്കും അവിടെ അനിയൻ തന്നെ ആണോ? ആ, പറഞ്ഞ പോലെ അന്നമ്മയുടെ ബർത്ത്ഡേ ആണല്ലോ. എന്നാ പിന്നെ നമ്മളെന്തിനാ എടുക്കുന്നേ? വാ, നമുക്ക് വിഷ് ചെയ്തിട്ട് വരാം. ഇത് പൊന്നു പൊട്ടാ, അതിനെല്ലാം ഡേവിഡ് ചായം പോയേക്കുന്ന എവിടെ? എന്റെ കർത്താവ്, ഇങ്ങനെ ഒരെണ്ണം. എടാ, അവരവിടെ എൻജോയ് ചെയ്യട്ടെന്ന്. തൽക്കാലം എന്റെ മുന്നിവിടെ നിക്ക്. നിന്നെ കൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തായാലും ഞാൻ ഈ മതിലൊക്കെ ചാടി കഷ്ടപ്പെട്ടെങ്കിൽ പോകുന്നതല്ലേ. തൽക്കാലം എന്റെ മോനിങ്ങി വാ. ഞാനെന്തിനാ ഇവിടെ നിൽക്കുന്നേ? പോയിറക്കാം അവിടെ നിന്ന്. കുറെ നേരമായില്ലേ നിപ്പ് തുടങ്ങിയത്? എന്തിനാ വന്നേന്നൊന്ന് പറയാവോ? അതൊക്കെ ഞാൻ പറയാം. അതിനുമുമ്പ് നീ ആ കണ്ണടച്ചേ. നിങ്ങൾ പറയുന്നേ ഞാനെന്നാത്തിന് കണ്ണടക്കുന്നേ? ഞാൻ കണ്ണടക്കൂല, നിങ്ങള് കാര്യം പറ. അതല്ലേ കുരിപ്പ ഞാൻ പറഞ്ഞ കണ്ണടക്കാൻ. നീ ആദ്യം കണ്ണടക്ക്, എന്നിട്ട് ഞാൻ പറയാം. താങ്കൾക്ക് ചെവിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. ഞാൻ ഒരു തവണ പറഞ്ഞു നിഹിന്ന് പറഞ്ഞ നിഹി, ഞാൻ കണ്ണടക്കില്ല. അപ്പൊ നീ കണ്ണടക്കില്ല, എന്നെ കൊണ്ട് കണ്ണടപ്പിച്ചോളാം. അപ്പൊ നീ കണ്ണടക്കില്ല അല്ലേ? അതിന് താൻ ഇങ്ങനെ അടുത്തേക്ക് വരുന്നേ? ഞാൻ കണ്ണടച്ചോളാം, അടച്ചോളാം. ഇനി ഞാൻ പറയാതെ കണ്ണ് തുറക്കരുത്. ഇനി കണ്ണ് തുറക്കാം. ഹാപ്പി ബർത്ത്ഡേ മൈ കോഴിക്കുഞ്ഞ്, ആൻഡ് ദിസ് ഈസ് ഫോർ യു. നീ ആ കേക്ക് കട്ട് ചെയ്തു. പിന്നെ എന്തെങ്കിലും വിഷസ് ഉണ്ടെങ്കിൽ മനസ്സിൽ വിചാരിച്ചു നടക്കും. എനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ഇതേപോലെ ഈ മനുഷ്യന്റെ കൂടെ കുറെ നാളും കൂടി ജീവിക്കണം, അത്രേ ഉള്ളൂ. അകലെ ഇളനിലാവിൻ കുളിരുമായി യാമക്കിളികൾ രഹസ്യരാവിൽ കുറുകുന്നതെന്താണോ? ഉണരും ഉന്മാദമെന്താണോ? നിലവിൽ നിറമാനമെങ്ങാണോ? ചിതറും മൗനങ്ങൾ എന്താണോ? അത്രമേലിഷ്ടമായി, അത്രമേൽ സ്വന്തമായി. ഇനി അത് ദിവസങ്ങളോട് നിൽക്കണ്ടാട്ടോ. ഞാൻ കുരിശുകളിലേക്ക് പോകുന്നു. നീലാണ്ട ഒരു സുഖമില്ല കേട്ടോ. ഒരു നൂറാശകൾ മിഴികളിൽ മൊഴികളിൽ പൂത്തുപോ. ഹായ്, ഇത് അത്ര വലിയ സ്റ്റോറി ഒന്നുമില്ല, കുഞ്ഞു സ്റ്റോറിയാണ്. ഇതൊരു ബർത്ത്ഡേ ഡെഡിക്കേഷൻ സ്റ്റോറി കൂടെയാണ്. അപ്പോൾ ആ ടൈമിൽ ഇട്ടപ്പോൾ എനിക്ക് ബ്ലോഗ് കിട്ടി. അതുകൊണ്ട് പിന്നെ റീ എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് വന്നപ്പോൾ ഇത്രയും സമയമായി. പിന്നെ എന്താ ഇന്ദ്രനീലം വൈകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് എനിക്ക്. അപ്പം അതുകൊണ്ടിട്ടാണ് എഡിറ്റിംഗ് ഒക്കെ ഇത്രയും വൈകുന്നത്. പിന്നെ ഇന്ദ്രനീലം എത്ര വൈകി ഇടാൻ നോക്കാം. പിന്നെ ഒരു കുഞ്ഞ് ഭാവിയുണ്ട്, അപ്പോൾ അവനെ എഡിറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കുറച്ച് വൺ ഷോട്ടൊക്കെ ഞാനിങ്ങനെ ചെയ്യാൻ പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഉടനെ 2-3 വൺ ഷോട്ട് വരും. അപ്പം ഇന്ദ്രനീലത്തിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഒരുപാട് സന്തോഷമുണ്ട്. എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുറച്ച് പിള്ളേരുണ്ട്. അപ്പം വേഗം വരും, അതുവരെ കാത്തിരിക്കുക. താങ്ക് യു ഫോർ ദ ലവ്. ബൈ.